അതുൽ പിള്ളൈ നമുക്കൊപ്പം ചേരുന്നുണ്ട്, കമാൻഡർ അതുൽ പിള്ളൈ. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആർമിയുടെ സംഘം അവിടെ പുറപ്പെട്ടതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 200 അംഗ സംഘം പുറപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന്. നേവിയുടെ സംഘവും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടല്ലേ? അതെ 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 നേവിയുടെ സ്പെഷ്യൽ സ്വിമേഴ്സ് കണ്ണൂർ ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ ജമോദി എന്ന് പറഞ്ഞ ബേസിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു നിമിഷം തുടരണം അതുൽ പിള്ളൈ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം, നമ്മളുടെ ദീപക് മോഹനും സംഘവും കൂടി എത്രമാൽ ദുഷ്കരമായൊരു പ്രദേശത്തു കൂടിയാണ് ദൗത്യസംഘവും നമ്മളുടെ വാർത്താ സംഘങ്ങളും സഞ്ചരിക്കുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നോക്കിയാൽ പ്രേക്ഷകർക്ക് കാണാം. ഇതിപ്പോൾ VS രഞ്ജിത്താണ് ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നോക്കൂ, എത്രമേൽ ദുഷ്കരമായ ഭാഗത്തു കൂടിയാണ് യാത്ര. ഇതാണ് അവിടെ എത്താൻ വൈകുന്നതിൻ്റെ കാരണം. ദൗത്യസംഘം കടന്നുപോയ വഴികളെല്ലാം ഇതേപോലുള്ള ഭാഗങ്ങളാണ്. അത്യന്തം അപകടകരമായ ഭാഗമാണ് ഇത്. വെള്ളാർമലയിലേക്ക് എത്തുന്ന ഭാഗമാണ്. ഇതേപോലെയുള്ള ഭാഗമാണ് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളും. അത്യന്തം അപകടകരമായ, കാലൊന്നു വെച്ചാൽ പുതഞ്ഞു പോകുന്ന ചെളിയും മണ്ണും ഒക്കെ കൂടി കിടക്കുന്ന, തടിക്കഷ്ണങ്ങളും ഒക്കെ കൂടി കിടക്കുന്ന ഭാഗമാണ്. അവിടേക്കാണ് നമ്മുടെ വാർത്താ സംഘം അടക്കം പലയിടങ്ങളിലേക്കും അവിടെ ദൃശ്യങ്ങൾ പകർത്താനും കുടുങ്ങിക്കിടക്കുന്നവരുടെ വിവരങ്ങൾ പുറം ലോകത്തെത്തിക്കാനുമായി നമ്മളുടെ വാർത്താ സംഘം കൂടി പോകുന്നുണ്ട്. 6-7 സ്പോട്ടുകൾ ഇതിനകം തന്നെ റിപ്പോർട്ടർ തിരിച്ചറിഞ്ഞു. ആ 7 സ്പോട്ടുകളുടെയും സമഗ്ര വിവരങ്ങൾ നമ്മളുടെ ദീപക് മോഹനിലൂടെ ദൗത്യസംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അതുൽ പിള്ളൈ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതുൽ പിള്ളൈ, ഒരിക്കൽ കൂടി നമുക്കിവിടെ എഞ്ചിനീയറിംഗ് സാധന സാമഗ്രികളും ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക ആർമി സംഘം? ആർമിയുടെ അവരവർ എക്യുപ്മെന്റ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഏത് എക്യുപ്മെന്റ്സ് ആണ് അതിന്റെ ഐഡിയ ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡ് എഫക്ട് ഏരിയയിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുമായിട്ട് അവർ പോയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അതുൽ പിള്ളൈ. ആർമിയുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പ്രദേശത്തെ കറണ്ടേ ഇല്ല എന്നുള്ളതാണ്. ടവറുകളെല്ലാം കടപുഴകി പോയിട്ടുണ്ട്. അവിടെ പലയിടത്തും സിഗ്നലുകൾ ദുർബലമാണ്. തത്സമയ ദൃശ്യങ്ങൾ നൽകുന്നതിനുള്ള പരിമിതിയും അതാണ്. വളരെ പെട്ടെന്ന് ദൃശ്യങ്ങൾ നൽകാം. PV അൻവർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PV അൻവർ, ധാരാളം ആളുകൾ നമ്മളെ വിളിക്കുകയും വിവരങ്ങൾ അറിയുകയും സ്പോട്ട് രേഖപ്പെടുത്തി നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. PV അൻവർ, ഒരു കാര്യം കൂടി, ഈ ചാലിയാർ പുഴ ഒഴുകുന്നത് നമ്മുടെ ഈ ചൂരൽമല കുന്ന് മുതൽ പോത്തുകൽ വരെ ഏകദേശം 6-7 കിലോമീറ്റർ ഉണ്ടല്ലോ. അത് വനത്തിലൂടെയാണ് ഒഴുകുന്നത് എന്നൊരു പ്രേക്ഷകൻ വിളിച്ചു പറഞ്ഞു. അവിടെ ഒരു പക്ഷേ ഇനിയും മൃതദേഹങ്ങൾ അവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ഉണ്ടാവില്ലേ? ആളുകൾ അവിടെ കാണാനുള്ള സാധ്യത ഉണ്ടാകുമല്ലോ. ആ പുഴയിൽ നമുക്ക് ബോട്ടിറക്കി തിരച്ചിൽ സാധ്യമാണോ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മള് ചാലിയാർ പുഴ 7 കിലോമീറ്റർ അല്ല, ഏകദേശം ഹോട്ടലിൽ നിന്ന് ഒരു 11-12 കിലോമീറ്റർ ദൂരമുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് മാവൂർ വരെ നിൽക്കുന്ന പുഴയിൽ മൊത്തത്തിൽ നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ രാവിലെ ഞങ്ങൾ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് പുറമെ അതിന്റെ മുന്നിൽ ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ താഴെ ഭാഗത്തുണ്ടാകുമെന്ന കണക്കിൽ ഉള്ള പരിശോധനയിൽ ഇപ്പൊ ചുങ്കത്തറ പഞ്ചായത്തിൽ നിന്ന് 2 കോടി ഇപ്പൊ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ മാവൂര്, അതുപോലെ തന്നെ മാവൂര്, അരീക്കോട്, കിഴുപറമ്പ്, എടവണ്ണ, മുണ്ടേങ്ങര, മമ്പാട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും നീന്തമറിയുന്ന നമ്മുടെ സഖാക്കൾ മുഴുവനായിട്ടും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗമായിട്ടാണ് ഇപ്പൊ ചുങ്കത്തറയിൽ ഈ ചാലിയാർ പുഴയിൽ ബോട്ട് ഇറക്കുക സാധ്യമാണോ? നമുക്ക് അവിടെ മുകളിലേക്ക് പോകാൻ ബോട്ട് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല, കാരണം അത്രയും കുത്തൊഴുക്കാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇനി ബോഡികൾ താഴെ ഭാഗത്ത് മണ്ണിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. വെള്ളത്തിൽ വന്നിട്ടുള്ള ബോഡികൾ ഒരു കാരണവശാലും ആ പ്രദേശത്ത് ഉണ്ടാവില്ല, കാരണം അത്രയും കുത്തൊഴുക്കിലാണ് താഴേക്ക് ഒഴുകി വരുന്നത്. ഒരു വിവരം കൂടി PV അൻവർ MLA, ഒരു മെസ്സേജ് വന്നത്, അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പോലും ഈ ചില സ്ഥലങ്ങളിൽ രക്തം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചില മെസ്സേജുകൾ വന്നു. അപ്പോൾ ചില പ്രേക്ഷകർ പറയുന്നത്, ഈ മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും സജ്ജീകരണം ഒരുക്കിയാൽ ഞങ്ങളൊക്കെ രക്തം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. ഒരു അടിയന്തരമായ ഒരു പ്ലാൻ B എന്ന നിലയിൽ അതുകൂടി നമ്മളൊന്ന് തയ്യാറാക്കി വെക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. നിലമ്പൂരിൽ തന്നെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ബ്ലഡ് ബാങ്ക് ആരംഭിച്ചിട്ടുള്ളത്. ആവശ്യമായ ബ്ലഡ് ഇവിടെ ഉണ്ട്. 100 കണക്കിന് ആളുകൾ കൊടുക്കാൻ തയ്യാറായ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള യുവാക്കളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എത്ര ബ്ലഡ് വേണമെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഓൾറെഡി ഈ സിറ്റുവേഷൻ വന്നപ്പോഴേ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ അലർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു PV അൻവർ MLA. വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങ് പറയുന്നത്. കേൾക്കുമ്പോൾ ഭയവും ഉണ്ടാവുന്നു. കാരണം ഈ പുഴയുടെ താഴ്വാരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുവെന്ന് പറയുമ്പോൾ ആ വ്യാപ്തി കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന 60-ൽ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 5ഉം 10ഉം വീതം മരണസംഖ്യയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതും ഈ പറയുന്ന ഗ്രാമത്തിൽ ഇനിയും നമ്മൾ എത്തിയിട്ടില്ല എന്നതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ എത്തുമ്പോൾ ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്നു. നമുക്കൊപ്പം ഹർഷൻ